ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിസസ് എന്ന ചാപ്റ്ററിലത്തെ ലാസ്റ്റ് ടോപ്പിക്കായ കൺസെപ്റ്റ് ഓഫ് ഇൻവേർട്ടിബിൾ മെട്രിക്സും അതിൻ്റെ തിയറംസ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാം. ഒപ്പം തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം. ഇനി നമുക്ക് ആ കൺസെപ്റ്റിലേക്ക് പോകാം. ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഒരു മെട്രിക്സ് എടുക്കുകയാണ്, ക്യാപിറ്റൽ എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് എടുക്കുകയാണ്. ആ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? m/m. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കണം? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വലായി കഴിയുമ്പോൾ m/m ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ മറ്റൊരു സ്ക്വയർ മെട്രിക്സ് ആയ ബി അവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ബിയുടെ ഓർഡറും m/m തന്നെ എടുക്കുകയാണ്. അതായത് എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് എടുക്കുകയാണ്, ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? m/m ആണ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ മറ്റൊരു സ്ക്വയർ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്തു, ബി എന്ന സ്ക്വയർ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ സെയിം ഓർഡർ തന്നെയായിരിക്കണം അവിടെയും ഉണ്ടായിരിക്കേണ്ടത്. അപ്പം എ എന്ന മെട്രിക്സിൻ്റെ ഓർഡർ m/m ആണെങ്കിൽ ബി എന്ന മെട്രിക്സിൻ്റെ ഓർഡറും എന്ത് തന്നെയായിരിക്കണം? m/m തന്നെ ആയിരിക്കണം. രണ്ട് മെട്രിക്സസും സ്ക്വയർ ആണെന്നും കൂടി ഓർമ്മയിലുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ഇൻവെർട്ടിബിൾ മെട്രിക്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കണ്ടീഷൻ, എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന മെട്രിക്സിനെ നമുക്ക് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് ഡിഫൈൻ ചെയ്യാം. എ എന്ന മെട്രിക്സിനെ ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഒപ്പം തന്നെ ബി എന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എ ആയിരിക്കും. അതായത് എ എന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് ബി എന്ന മെട്രിക്സ്. ഇതിനെ ഡിനോട്ട് ചെയ്യേണ്ടത് എന്താണ്? എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ബി എന്ന മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യേണ്ടത് എ ഇൻവേഴ്സ് ആണ്. മാത്രമല്ല ബി എന്ന മെട്രിക്സ് എ എന്ന മെട്രിക്സിൻ്റെ എന്തായി? ഇൻവേഴ്സ് ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻവെർട്ടിബിൾ മെട്രിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് എ എന്ന സ്ക്വയർ മെട്രിക്സ് എടുക്കുമ്പോൾ അവിടെ ബി എന്ന സ്ക്വയർ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻ എന്തായിരിക്കണം? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. അങ്ങനെയെങ്കിൽ എ എന്ന മെട്രിക്സിനെ നമുക്ക് എന്തായിട്ട് ഡിഫൈൻ ചെയ്യാം? ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഒപ്പം തന്നെ ബി എന്ന മെട്രിക്സിനെ എന്തായിട്ടാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എ ആണ്. അതായത് ബി എന്ന മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യേണ്ടത് എന്തായിരിക്കണം? എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും? ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം and if there exists another square matrix B of the same order M such that AB equal to BA equal to I, then B is called the inverse matrix of capital A and it is denoted by A inverse. A is said to be invertible matrix. അതായത് എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് എടുക്കുമ്പോൾ ആ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ m ആയിരിക്കണം. ഒപ്പം തന്നെ അവിടെ മറ്റൊരു സ്ക്വയർ മെട്രിക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സെയിം ഓർഡറിലുള്ള മറ്റൊരു മെട്രിക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കണം? എ ബി ഈക്വൽ ടു ബി ഈക്വൽ ടു ഐ ആണ്. അങ്ങനെയെങ്കിൽ ബിനെ ഇൻവേഴ്സ് മെട്രിക്സ് ഓഫ് എ എന്ന് പറയാം. ഒപ്പം തന്നെ എ ഇൻവേഴ്സ് ആയിട്ട് അവിടെ ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എ എന്ന മെട്രിക്സ് എന്താണ്? എ എന്ന മെട്രിക്സിനെ നമുക്ക് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ടും സാധിക്കും. ഇതാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ. ഇനി തിയറി എന്താണ്? യൂണിക്നെസ് ഓഫ് ഇൻവേഴ്സ്. അതായത് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് യൂണിക്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിരിക്കണം? ഒരു യൂണിക് ആയിരിക്കണം. അതായത് ഒരൊറ്റ ഇൻവേഴ്സ് മാത്രമേ സ്ക്വയർ മെട്രിക്സിന് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അതാണ് ഈ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം. അതായത് സ്ക്വയർ മെട്രിക്സ് എ എടുത്തു, അതിൻ്റെ ഓർഡർ എന്തായിരിക്കണം? എം ആയിരിക്കണം. ഇഫ് പോസിബിൾ ലെറ്റ് ബി ആൻഡ് സി ബി ടു ഇൻവേഴ്സസ് ഓഫ് ക്യാപിറ്റൽ എ. അപ്പോൾ എ എന്ന മെട്രിക്സിൻ്റെ രണ്ട് ഇൻവേഴ്സസ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? ബിയും സി ആണ് ഇവിടെ സപ്പോസ് ചെയ്തെടുത്തിരിക്കുന്നത്. എ എന്ന മെട്രിക്സിൻ്റെ രണ്ട് ഇൻവേഴ്സസ് ആണ് ബിയും സിയും. ഇനി ഇവിടെ പ്രൂവ് ചെയ്യണം ബി ഈക്വൽ ടു സി. കാരണം ബി ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻവേഴ്സസ് ആണ്, എ എന്ന മെട്രിക്സിൻ്റെ രണ്ട് ഇൻവേഴ്സസ് ആണ്. ആ രണ്ട് ഇൻവേഴ്സസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ ഒരു തിയറത്തിൻ്റെ കണ്ടീഷൻ കംപ്ലീറ്റ് ആവുള്ളൂ, യൂണിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ തന്നിരിക്കുന്നത് ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എ ആണ്. ബി അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആണ്. എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആയാൽ മാത്രമേ ബി എന്നുള്ളത് ഇൻവേഴ്സ് ഓഫ് എ ആവുള്ളൂ. അതേപോലെ ഇവിടെ സപ്പോസ് ചെയ്തിരിക്കുന്നത് സിയും എയുടെ ഒരു ഇൻവേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടീഷൻ എന്താ വരിക? എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസാണ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ബി ഈക്വൽ ടു സി ആണ്. ഇനി അത് പ്രൂഫ് നമുക്ക് എങ്ങനെയാണ് കിട്ടുകയെന്ന് നോക്കാം. അപ്പോൾ ബി ഈക്വൽ ടു, ഇവിടെ ബി ഈക്വൽ ടു ബി ഐ എന്ന് എഴുതാം. കാരണം ഐ എന്നുള്ളത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ബി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാലും എന്തിന് ഈക്വൽ ആണ്? ബിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബി ഈക്വൽ ടു ബി ഐ ആണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ എ ഈക്വൽ ടു എന്ത് വരും? എ ഐ ആയിരിക്കും. അങ്ങനെയെങ്കിൽ സി ഈക്വൽ ടു എന്തായിരിക്കും? സി ഐ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ബി ഈക്വൽ ടു ബി ഐ ആണെങ്കിൽ ഐ ബി എന്നും എഴുതാനായിട്ട് സാധിക്കും. തിരിച്ചായ ഐ എന്നുള്ളത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ എ ഐ ഈക്വൽ ടു ഐ എ എന്നും എഴുതാം. അതേപോലെ സി ഐ ഈക്വൽ ടു ഐ സി എന്നും എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്യാം. അപ്പോൾ ബി ഈക്വൽ ടു ബി ഇൻറ്റു, ഇനി ഇവിടെ ഐൻ്റെ പ്ലേസിൽ നമ്മൾ എന്താണ് കൊടുക്കാൻ പോകുന്നത്? ഐൻ്റെ പ്ലേസിൽ എ സി എന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ ഇവിടെ ഐയുടെ പ്ലേസിൽ എ സി എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനിൽ? എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി ആണ്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ദിസ് ഈക്വൽ ടു ബി എ ഇൻറ്റു സി എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ബി ഇൻറ്റു എ സിനെ ബി എ ഇൻറ്റു സി ആയിട്ട് എഴുതി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ബി എ എന്നുള്ളത് ഇപ്പോൾ എ ബി ഈക്വൽ ടു ബി ഈക്വൽ ടു ഐ ആണ്. ബി എ ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ ആ ബി എ ഈക്വൽ ടു ഐ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ബി ഐ എയുടെ പ്ലേസിൽ ഐ ദെൻ സി എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ബി ഈക്വൽ ടു എന്ത് കിട്ടി? ഐ സി ആണ്. ബി ഈക്വൽ ടു ഐ സി മീൻസ് എന്താണ്? ഐ സി എന്തിന് ഈക്വൽ ആണ്? സിക്ക് ഈക്വൽ ആണ്. സി ഈക്വൽ ടു സി ഐ ഈക്വൽ ടു ഐ സി ആണ്. അപ്പോൾ ഐ സിയുടെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? സി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ബി ഈക്വൽ ടു സി എന്ന് കിട്ടി. ബി ഈക്വൽ ടു സി ആണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടും ഇൻവേഴ്സസ് ആണ്. ആ രണ്ട് ഇൻവേഴ്സസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാനായിട്ട് സാധിക്കും? ഹെൻസ് ദ പ്രൂഫ് എന്ന് പറയാം. പ്രൂഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഏതൊരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂണിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി ഈക്വൽ ടു സി എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഹെൻസ് ദ പ്രൂഫ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു. ഇനി നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്, ഇഫ് എ ആൻഡ് ബി ആർ ദ ഇൻവേർട്ടിബിൾ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ ദെൻ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. അതായത് സെയിം ഓർഡറിലുള്ള രണ്ട് ഇൻവേർട്ടിബിൾ മെട്രിസസ് എയും ബി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് പഠിക്കാനില്ല, ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ, അതായത് ട്രാൻസ്പോസിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. എ ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തിന് ഈക്വലാണ്? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിന് ഈക്വലാണ്. സെയിം അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പം ഇവിടെ എ ബി ഹോൾ ട്രാൻസ്പോസ് എന്നുള്ളത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഇവിടുത്തെ അനുസരിച്ച് എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ്? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. എ റെക്ടാങ്കുലർ മെട്രിക്സ് ഡസ് നോട്ട് പൊസസ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റെക്ടാങ്കുലർ മെട്രിക്സ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് ഉണ്ടായിരിക്കില്ല. കാരണം എന്താ? ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആകുമ്പോൾ എ ബി ഈക്വൽ ടു ബി ഈക്വൽ ടു ഐ ആണ്. റെക്ടാങ്കുലർ മെട്രിക്സിൽ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് എ എന്നുള്ളതും ബി എന്നുള്ളതും ഒരു എക്സാമ്പിൾ വഴി നോക്കുമ്പോൾ 2/3 ഓർഡറുള്ള മെട്രിക്സ് എടുത്തു. പക്ഷേ എയിൽ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. എ ബി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. എ ബിയും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബി എയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഈ രണ്ട് കണ്ടീഷൻസ് ഈക്വൽ ആയിട്ട് ദാറ്റ് ഈക്വൽ ടു ഐ എന്ന് കിട്ടിയാലേ എന്താവുള്ളൂ? ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു റെക്ടാങ്കുലർ മെട്രിക്സിന് ഇൻവെർട്ടിബിൾ മെട്രിക്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടി മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കാം. താങ്ക് യു.